സ്റ്റോറി ഇട്ട് പോവാം. നല്ല മഴൻ്റെ റൈറ്റ്സ്, നല്ല മഴ വരാം. അങ്ങനെ ഒരു ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോ എല്ലാവരും പാട്ട് ഡാൻസ് കളിക്കായിരുന്നു ആ മഴയിൽ. അങ്ങനെ എല്ലാവരും കപ്പിൾസ് ഡാൻസ് കളിക്കായിരുന്നു. ഹീറോയി മാത്രം സാഡായിരുന്നു. എൻ്റെ കൂടെ കളിക്കാൻ ആരും ഇല്ലല്ലേ എന്ന്. എല്ലാവരും ഹാപ്പി ആകുമ്പോൾ മഴയിൽ കളിക്കായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് ഹീറോയ്ക്ക് സാഡായിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ലാന്ന് ഹീറോയി ഫ്രണ്ടിനോട് പറയാൻ മച്ചി, നമ്മൾ സിംഗിളായിപ്പോയി. അതെ. ആരോ ചെക്കൻ വന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് വന്ന് ടോർച്ചർ ചെയ്യാൻ ലവ് തരും. അവൾക്ക് ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. അവൻ പ്ലേ ബോയ് ആണ്, നിറയെ ഗേൾസിനും കൂടെ ഉണ്ടായിരുന്നു. അവളെ നല്ല റൂട്ട് കണ്ണ് വീണ്. ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്താൽ ഹീറോയിൻ നല്ല ഭംഗിയുണ്ട്. മാത്രം ഹീറോയെ കുറച്ച് റൗഡി ഗേളാണ്. അതുകൊണ്ട് അവൾക്ക് ഫുൾ ഫൈറ്റ് കരാട്ടെ എല്ലാം അറിയും. അതുകൊണ്ട് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ്. അതുമാത്രമല്ല എല്ലാവർക്കും ഭയങ്കര പറയും. നമ്പർ 1 ബിസിനസ് മാൻ്റെ മകളാണ്. നല്ല സെക്യൂരിറ്റി ആയിട്ടിരിക്കും, നല്ല ഇതായിട്ടിരിക്കും. അങ്ങനെയായിട്ട് ഹീറോയിനെ ആർക്ക് ടച്ച് ചെയ്യാൻ പ്രപ്പോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെയായിട്ട് ഒരാൾ പ്രപ്പോസ് ചെയ്ത് വന്നാൽ അവരേ ഉണ്ടാവില്ല. അവരടിച്ച് അവർ ജോലിയെ പോവും. ഹീറോയ്ക്ക് നല്ല ചെക്കനെ കൊണ്ട് അവർ അച്ഛൻ സമ്മതിക്കും. ഹീറോയ്ക്ക് ഇഷ്ടമില്ല. അങ്ങനെ ചെയ്താൽ ഹീറോയിൻ്റെ അച്ഛൻ ദേഷ്യം വരുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ നല്ല ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് നല്ല ഇങ്ങനെ മോഡൽ ആയിട്ട് ഹീറോയി പോകാൻ തുടങ്ങിയായിരുന്നു. ഒരു ഷോർട്ട് ക്ലബ്ബൊക്കെ പോകാമായിരുന്നു ഹീറോയി. അങ്ങനെ ക്ലബ്ബ് പോകുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും നടന്നുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ബൈക്കിലൊരു ബോയ് വന്ന് ഇറങ്ങി. കാണാൻ നല്ല സുന്ദരനാണ്. ഹീറോയിൻ അവനെ കണ്ട് ഫ്ലാറ്റായി പോയി. പറന്ന് അവനെന്നെ സൈറ്റ് അടിക്കുക. വെച്ച് കണ്ണെടുക്കാതെ ഹീറോയിൻ അവനെ നോക്കി സൈറ്റ് അടിക്കുമായിരുന്നു. അത് വേറെ ആരുമല്ല, ഞങ്ങളെ ജിമിനാണ് ബൈക്കിൽ ഇറങ്ങി വന്ന. ജങ്കുക്ക് വരാന്ന്. ജിമിൻ, ക്ലബ്ബൊക്കെ പോടാ. എന്താടാ നീ പറഞ്ഞ? ക്ലബ്ബാ ഒരുമാതിരിയാവോടാ മച്ചാ. ശരി, ക്ലബ്ബൊക്കെ വേണ്ടടാ, നമുക്ക് ബീച്ചിൽ പോവാം. ശരി ഓക്കേടാ, ക്ലബ്ബ് വേണ്ട, ക്ലബ്ബിൽ നമ്മളാരെയും കണ്ടുപിടിക്കും എന്ന്. ക്ലബ്ബിൽ പോയ അച്ഛൻ പറഞ്ഞാൽ അച്ഛന് ബാക്കി വെക്കില്ല, മനസ്സിലായോ? നമ്മൾ ആരെയും കണ്ടുപിടിച്ചാൽ അച്ഛനോട് പേര് പറയും. അങ്ങനെ ജിമ്മിൻ പറഞ്ഞു. അങ്ങനെ ജിമ്മിൻ അവിടുന്ന് വന്ന് നല്ല പ്ലേസ് നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ. ജിമ്മിൻ ഞാൻ ബീച്ച് നോക്കി. ഹീറോയി ക്ലബ്ബൊക്കെ പോകുന്ന മുമ്പ് ഹീറോയി പറയാൻ തുടങ്ങി. ക്ലബ് പാർട്ടിക്ക് പോകുമ്പോൾ ഹീറോ എന്ത് ചെയ്യാൻ തുടങ്ങിയറിയോ? മച്ചി, അവൻ ബർത്ത്ഡേ പാർട്ടിയാണല്ലോ. അങ്ങനെയായിട്ട് അവൻ്റെ ബർത്ത്ഡേ പാർട്ടിയായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് അറിഞ്ഞായിരുന്നു അവൻ്റെ ഫ്രണ്ടല്ല, അവൻ്റെ ക്ലാസ്മേറ്റാണ്. അവനക്ക് ഇവളെ മേലെ കണ്ണായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് മനസ്സിലായി ഇവൻ്റെ ടിക്ടോക്ക്. ഹീറോയി അവിടുന്ന് ഓടിപ്പോയി, ജിമ്മിൻ്റെ പുറകിൽ ഓടിപ്പോയി. അങ്ങനെ ജിം ബീച്ച് അടിയിലിരുന്നായിരുന്നു. ജങ്കുക്കും വി ഇപ്പം വരാടാ, ഞങ്ങൾ ജ്യൂസ് ഡ്രിങ്ക് കൊണ്ടുവരാൻ ജങ്കുക്കും വിയും പോയി. ജിമ്മിൻ തനിയെ അവിടെ ഇരുന്നായിരുന്നു. ഒരു പെണ്ണ് വന്ന് ജിമ്മിനെ കണ്ട് സ്ട്രൈറ്റ് അടിച്ചായിരുന്നു. ജിമ്മിൻ്റെ സംസാരിക്കാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് ടെൻഷനായി. ഇവളാരാടി? ഒരുപോലെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കോ? അല്ല ഇത് നോക്കൂ, വേറെ ജിമ്മിൻ ഒന്ന് കണ്ടു അങ്ങനെ നടക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ജിമ്മിൻ ഇതെന്താ ഇങ്ങനെ നോക്കുകയാണ്. ആ പെണ്ണ് കുറച്ച് റോഡ് മതി. അതെ, ഹീറോയായിട്ട് ഒരു റോഡ് ഗ്രൂപ്പിൻ്റെ തലവൻ്റെ മകളാണ്. അവൾക്ക് ജിമ്മിനെ ഒരുപാട് ഇഷ്ടമാണ്. ജിമ്മിൻ എവിടേക്ക് പോകുന്നു അതിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. എങ്ങനെയാണ് ജിമ്മിനെ കിഡ്നാപ്പ് ചെയ്യുന്നു, ജിമ്മിനെ കൂടെ ഒന്നാം സ്റ്റാൻഡ് ഇരിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായി അവൾക്ക്. ജിമ്മിൻ കാണാൻ നല്ല സുന്ദരനാണ്. അതുകൊണ്ട് ജിമ്മിന് അവൾക്ക് ഒരുപാട് കണ്ണായിരുന്നു. അത് ജിമ്മിന് മാത്രം സിംഗിളായിരുന്നു. അവനെ കൊണ്ട് ജിമ്മിനെ കറ ചെയ്യാം. അങ്ങനെ വിയും ജങ്കുക്കിന് അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ജിമ്മിൻ്റെ മേലെ അവൾക്ക് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ജിമ്മിനെ ട്രൈ ചെയ്യാൻ നോക്കി. അവർ ജിമ്മിനെ കണ്ടെക്കാതെ പോകുമായിരുന്നു. ആൾക്കാരെ പിടിക്കാതെ. ഹീറോയ്ക്ക് ഇത് കണ്ട് ഹീറോ വന്ന് ഒരു എല്ലാവർക്കും ഫൈറ്റ് ചെയ്ത് ജിമ്മിനെ രക്ഷിച്ച് കണ്ണിലേക്ക് ഒരു തുണി കെട്ടി ഫുൾ ഫൈറ്റ് ചെയ്ത് അവരെല്ലാം പൊരിച്ചു. ആ പെണ്ണിന് മുറയ്ക്കുന്നത്. ആ പെണ്ണ് അവിടുന്ന് തെറിച്ചു ഓടിപ്പോയി. ജിമ്മിന് ആരാ ഇവളെന്ന് ജിമ്മിന് വായി വന്ന് നോക്കായിരുന്നു. അതിനായിട്ട് ജിമ്മിനെ കണ്ട് ഹീറോയി പറയാൻ തുടങ്ങി. ഓക്കെയാണ് നിങ്ങൾക്ക്? ഓക്കെയാണ്. അങ്ങനെ ഹീറോയി അവിടുന്ന് പോകാൻ നോക്കണം. ശരിയാക്കി ഇവിടുന്ന് പോകാൻ ഹീറോയി ആ മാസ്ക് തുണിയെടുത്ത് ജിമ്മിൻ നോക്കാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ ഞാൻ പോകാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി. ജിമ്മിൻ പറയാൻ തുടങ്ങി, നിങ്ങളെ അയച്ചത് ഒരുപാട് നന്ദിയുണ്ടോ?
അങ്ങനെ ഹീറോ വണ്ടിയിലെടുത്ത് പോകാൻ തുടങ്ങി. അതിനായിട്ട് വണ്ടി വന്ന് ഹീറോയിൻ്റെ വണ്ടി അത് ഹീറോ ഒരു 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 പറഞ്ഞ ഒരു സ്കൂട്ടിയിലാണ്, ഹീറോയിൻ്റെ ഫ്രണ്ട് സ്കൂട്ടിയിലാണ്. അവളവിടെ നിന്ന് പോയി. ഛേ, ഇവള് പോയി. ഇപ്പം എന്ത് ചെയ്യുക? ഹീറോ ടെൻഷനായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക? ടാക്സി ബുക്ക് ചെയ്യുക. ടാക്സികൾ ഫുള്ളാണല്ലോ. ജിമ്മിന് വന്ന ബൈക്കിൽ സ്കിമി എസ് ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണല്ലേ? ഓക്കെ ആണ്, പ്ലീസ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ജിമ്മീൻ ഡ്രോപ്പ് ചെയ്യാൻ ഓക്കെ ആണ്. ഓക്കെ. ജിമ്മിൻ്റെ വണ്ടിയിൽ കയറി. ഇങ്ങനെ ജിമ്മിൻ നല്ല നല്ല റൈമായിരുന്നു. കുറച്ച് റൈം പറഞ്ഞാൽ കുറച്ചേ ആയിരുന്നു. ഇപ്പം നിന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ ജിമ്മിൻ ബൈക്കിൽ പോകാൻ തുടങ്ങിയിരുന്നു. ഡബിൾ സൈഡ് ലെഗ് ഇട്ടിട്ട് ഇരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ പിടിച്ചു. അതൊക്കെ മുതലിൽ അച്ചടില്ല, അങ്ങനെ അവർ നെക്കിനോട് പിടിച്ച് കുറച്ച് ഡ്രസ്സിനെ കുറച്ച് പിടിച്ചായിരുന്നു. ജിമ്മിൻ പറഞ്ഞു, ഇങ്ങനെ പിടിച്ചോ മോശമില്ലാന്ന്. ജിമ്മിൻ കൈ വെച്ച്. ഈ ഫോട്ടോത്തിന്മാരാണ് രണ്ടുപേർ സംസാരിച്ചിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഓക്കെ ആണ് നിങ്ങൾക്ക്? ഓക്കെ ആണ് ഹീറോയി പറയാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേർ ബൈക്കിൽ പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, ഓക്കെ, ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഹീറോയി ചോദിച്ചു. അങ്ങനെ ഹീറോയി കൊണ്ടുവന്ന് ജിമ്മിന് വന്ന് ഡ്രോപ്പ് ചെയ്തു വീട്ടിലേക്ക്. വീട്ടിലാരുമില്ല, ഇനി ഹീറോയി മാത്രമാണ്. രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടില്ലായിരുന്നു. ഹീറോയി മാത്രം. അവർ ഒരു ഹൗസ് എടുത്ത് അവർ താമസിക്കുകയാണ്, 3 ഗേൾസ്. അങ്ങനെ ഹീറോയി വീട്ടിൽ ലോക്ക് തുറക്കാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് അതിലൊരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട് 2 താക്കോലുണ്ട്. ഒന്ന് അവൾ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ട്, ഒരാൾ ഹീറോയിനാണ്. ഡോറ് തന്നെ അകത്ത് പോകാൻ തുടങ്ങി. ഇവളൊന്ന് തനിയെ പോകുന്നത് ജിമ്മിനെ കുറിച്ച് ഡൗട്ട് വന്നു. ഇവളൊന്ന് തനിയെ പോകുന്നത്, അയ്യോ തായ്ക്കുന്നല്ലോ, ഇപ്പം എന്ത് ചെയ്യുക? തണ്ണി പിടി എടുക്കാമല്ലോ. ഇപ്പം എന്ത് ചെയ്യാം? ജിമ്മിന് വാതിൽ മുട്ടാൻ തുടങ്ങി. എന്ത് പറ്റി? എനിക്ക് കുറച്ച് ഓട്ടോ തരാൻ പറ്റുമോ? ശരി, ഓക്കെ, ഓട്ടോ തരാം, അകത്ത് വാന്ന് പറഞ്ഞു. ജിമ്മിന് വന്ന് ഷോപ്പിലിരുന്നു ഫുൾ വീട് നോക്കാനവൻ. ഫോട്ടോ റൂമിൽ നിന്ന് ഭംഗിയായിട്ട്